അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് PHPൻ്റെ കുറച്ച് ബേസിക്സ് നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ, കാരണം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏകദേശം സെയിം ആണ്, സിൻടാക്സ് മാറുന്നുള്ളൂ. അപ്പോൾ സിൻടാക്സ് ഇതിൽ അങ്ങനെ മാറ്റം വരുന്നത് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. ഓക്കെ, അപ്പോൾ PHPയിലോട്ട് വരുമ്പോൾ PHP കൂടെ എപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ടാഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഡിൽ തന്നെ ഏതെങ്കിലും ഒരു കൺട്രോളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PHP കോഡ് എടുത്ത് നോക്കാം. നമുക്ക് യൂസർ PHP കണ്ടോ, എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്, ഈ ടാഗ് വെച്ചിട്ട്. ഓക്കെ, ഈ ടാഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ഫയലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ടാഗ് ഉണ്ടാവും, $PHP ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. പിന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഡോളർ സിമ്പിൾ ഇട്ടിട്ടാണ് PHPയിൽ ഫുൾ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുക. ഫുൾ ഡോളർ സിമ്പിൾ ഇട്ടിട്ടാണ് ചെയ്യുക. ഇതൊരു സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ, അതായത് ഇവിടെ എന്താണോ റൈറ്റ് സൈഡിൽ എന്താണോ കൊടുത്ത ഡാറ്റ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ. പിന്നെ ഇത് അരയിലാണ് നിങ്ങൾക്ക് ചെറിയ മാറ്റം തോന്നുക, വേറൊരു ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ചെറിയ മാറ്റം തോന്നുക. അതേപോലെ ക്ലാസ്സിലും. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാക്കി, STD ക്ലാസ് എന്നൊരു ക്ലാസ് ഉണ്ട്, അതിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൽ നിന്ന് ഡാറ്റാസ് എങ്ങനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മറ്റുള്ള ലാംഗ്വേജിൽ person.name person.age എന്നാണ് വിളിക്കുക. ഇവിടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ് ഇട്ടിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടൂലേ, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ എടുക്കുക. ഓക്കെ, ലൈക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക, person.name ഓക്കെ ഈക്വൽ ടു ജോൺ. വേറെ ലാംഗ്വേജിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ PHPയിൽ ഈ ഡോട്ട് ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോൾ, ഡാറ്റ സെറ്റ് ചെയ്യുമ്പോഴോ ഗെറ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുക. ഓക്കെ, പോയിൻ്റർ സിമ്പിൾ എന്നൊക്കെ പറയുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാരിയബിൾസ് ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം പിന്നെ empty വാല്യൂ ജസ്റ്റ് നള്ള് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ കോൺസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മളിങ്ങനെ കോൺസ്റ്റ് വേർഷൻ, ഇതിൽ ഡോളർ സിമ്പിൾ ഇട്ടിട്ടില്ല, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മളിങ്ങനെ ഇടും, കോൺസ്റ്റ് വേർഷൻ. ഇതിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ അതേമാതിരി ഏകദേശം. ഓക്കെ, പിന്നെ ഇതും കോൺസ്റ്റൻ്റ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന വേറൊരു ഫോമാണ് ഡിഫൈൻ സൈറ്റ് നെയിം മൈലാറൽ സിറ്റി. ഇതിൻ്റെ വേറൊരു ഫോമാണെന്നുള്ളൂ. ഓക്കെ, പിന്നെ ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സൊക്കെ നമുക്ക് അറിയുണ്ടാവും, ജസ്റ്റ് പ്ലസ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, പിന്നെ അത് അസൈൻമെൻറ്റ്, പ്ലസ് ഈക്വൽ ടു, ഇൻക്രിമെൻറ്റ് ചെയ്യാൻ, പിന്നെ ഇത് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂ ആണോ ഫാൾസ് ആണെന്നുള്ളത്. ഓക്കെ, ഈ ഡബിൾ ഈക്വൽ ടു ഇടുമ്പോൾ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും PHPയിലാണെങ്കിലും ഡബിൾ ഈക്വൽ ടു ഇടുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ ഡബിൾ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഡബിൾ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഇത് കണ്ടാൽ രണ്ടും ഐഡൻറ്റിക്കൽ അല്ലേ, അപ്പോൾ ട്രൂ എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ട്രിപ്പിൾ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫാൾസ് ആയിരിക്കും. അതായത് ട്രിപ്പിൾ ഈക്വൽ ടു ഇടുമ്പോൾ ഈ ഡാറ്റ ടൈപ്പും കൂടിയും ചെക്ക് ചെയ്യും. ഓക്കെ, ഡാറ്റ ടൈപ്പ് ഇത് സ്ട്രിങ് ആണ്, ഇത് ഇൻറ്റിജറാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സാധനം സെയിം ആണെങ്കിലും വ്യത്യാസമുണ്ട്, രണ്ട് ഡാറ്റ ടൈപ്പ് വ്യത്യാസമുണ്ട്, അപ്പോൾ ഇത് ഫാൾസ് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഡബിൾ ഈക്വൽ ടു ആകുമ്പോൾ ഡാറ്റ ടൈപ്പ് നോക്കില്ല, ട്രിപ്പിൾ ഈക്വൽ ടു ആകുമ്പോൾ ഡാറ്റ ടൈപ്പും കൂടി നോക്കും. ഓക്കെ, പിന്നെ ഇതിൽ കൺകാറ്റിനേഷനാണ്, സ്ട്രിങ് കൺകാറ്റിനേഷൻ. ഇത് അതായത് ഹലോ എന്നുള്ള സ്ട്രിങ്ങിൽ നമ്മൾ വേറെ ലാംഗ്വേജിലാണെങ്കിൽ പ്ലസ് ഇടുക, അതായത് ഇത് പ്ലസ് ഇത് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് കിട്ടും നമുക്ക് ഒറ്റ സ്ട്രിങ്. ഇവിടെ ഡോട്ട് ഇടുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ടെർണറി ഓപ്പറേറ്റർ സെയിം തന്നെയാണ് എല്ലാ ലാംഗ്വേജത്തെ മാതിരി. ഈ വാല്യൂ ട്രൂ ആയി കഴിഞ്ഞാൽ ഇതെടുക്കും, അല്ലെങ്കിൽ ഇതെടുക്കും. ഓക്കെ, പിന്നെ നൾ കോളസ് കിങ് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നൾ സേഫ്റ്റി ചെക്കിംഗ് ആണ്. ഇതും എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്, ലൈക്ക് നെയിം പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ നെയിം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം പറഞ്ഞൊരു വേരിയബിൾ, ഫസ്റ്റ് നെയിം. ഓക്കെ, ഞാനിങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ ഫസ്റ്റ് നെയിം എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ നള്ളാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട്
NA എന്നാണ് കൊടുക്കുക. അതായത് ഈ സൈഡ് നള്ളാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ആയിരിക്കും നെയിമിലോട്ട് കയറുക. ഓക്കെ, അതാണ് ഇത്. ഓക്കെ, നൾ സേഫ്റ്റി ഓപ്പറേറ്റർ എന്നാണ് ബാക്കി ലാംഗ്വേജിലൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ജസ്റ്റ് സെയിം തന്നെ, ഏജ് ഗ്രേറ്റർ 18 ആണെങ്കിൽ ഇത് എക്കോ അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കോ പറയണത് എന്താ വെച്ചാൽ പ്രിൻറ്റിങ് ആണ് കേട്ടോ. നമ്മൾ കൺസോൾ ലോഗ് പ്രിൻറ്റ് ആ സംഭവമൊക്കെ ചെയ്യുമല്ലോ, ഇവിടെ എക്കോ എന്നാണ് പറയുക. ഓക്കെ, മെയിനായിട്ട് അതിന് എക്കോ ആണ് യൂസ് ചെയ്യുക അതിൽ. ഓക്കെ, അപ്പോൾ ഏതാണ് സംഭവം, ഏജ് 18 ഗ്രേറ്റർ 18 ആണെങ്കിൽ ഇവിടെ കയറും. അത് സംഭവം സാധാ ഈഫ് തന്നെ. ഓക്കെ, പിന്നെ എൽസീഫ് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇല്ല. ചില ലാംഗ്വേജിൽ ഈ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഈഫ് വരല്. ആ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ സ്വിച്ച് സാധാ സ്വിച്ച് തന്നെ. ഓക്കെ, വേരിയബിൾ ഇടുന്നു, അതിൻ്റെ കേസ് അനുസരിച്ചുള്ള സംഭവം. ഇതൊന്നും മാറ്റങ്ങളില്ല. പിന്നെ ഫോർ ലൂപ്പിൽ മാറ്റമൊന്നുമില്ല. പിന്നെ വരുന്നത് ഫോർ ഈച്ച് ലൂപ്പാണ്. ഫോർ ഈച്ച് ലൂപ്പ് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ചില ലാംഗ്വേജിൽ ഇങ്ങനെ വരിക, ഫോർ ഈച്ചിൽ ഫസ്റ്റ് ഫ്രൂട്ട്, ചില ലാംഗ്വേജിൽ ഇങ്ങനെയാണ് ഫ്രൂട്ട്. ലൈക്ക് പൈത്തണിലൊക്കെ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഇങ്ങനെ വരും. പൈത്തണിൽ ഡോളർ സിമ്പിൾ ഉണ്ടാവില്ല, ഇങ്ങനെ വരിക, കണ്ടീഷൻ വരിക. ഓക്കെ, പൈത്തണിൽ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് ഇങ്ങനെ വരിക. അതായത് ഫസ്റ്റ് വേരിയബിൾ പിന്നെ ആ ലിസ്റ്റിൻ്റെ പേര്. ഇവിടെ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ പേര് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിൻ്റെ പേര്, എന്നിട്ട് അതിന് ഓരോ ഫ്രൂട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഈ വേരിയബിളിലോട്ട്. അപ്പോൾ ആദ്യം ആപ്പിൾ ഈ വേരിയബിളിലോട്ട് വരും, അത് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത് ഈ ബനാന ഈ വേരിയബിളിലോട്ട് വരും, അത് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഓറഞ്ച് വേരിയബിളിലോട്ട് വരും, അത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്നില്ല, സെയിം സിൻടാക്സ് തന്നെയാണ്. പിന്നെ ബ്രേക്കും കണ്ടിന്യൂ ഇതൊന്നും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യില്ല, ഒക്കെ ആവശ്യമുള്ളപ്പോൾ അപ്പം നോക്കിയാൽ മതി. പിന്നെ ഇൻക്ലൂഡ് വേറെ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കണ്ട. പിന്നെ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഫംഗ്ഷന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഫംഗ്ഷൻ ഗ്രീറ്റ് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കും. പിന്നെ വേരിയബിൾസിൻ്റെ പേര് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ആഡ് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടോ, ആഡ് പറഞ്ഞ ഫംഗ്ഷൻ എ പറഞ്ഞ വേരിയബിൾ എക്സ്പെക്ട് ചെയ്യും, ബി പറഞ്ഞ ഒരു പാരാമീറ്റർ, 2 പാരാമീറ്ററുകൾ എ ബി. ഉണ്ടാക്കി വാല്യൂ നമ്മൾ പാസ് ചെയ്യും. ഇവിടുന്ന് ഇത് ആഡ് 5 സം ഈസ് ഈക്വൽ ടു ആഡ് 5, 10. അപ്പോൾ 5ഉം 10 ഇതിൽ വരും. അത് ആഡ് ചെയ്തിട്ട് സമ്മിൽ വേരിയബിളിൽ സ്റ്റോർ ആവും. അത് തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈക്വൽ ടു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അഥവാ ഇവിടുന്ന് നെയിം പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഉണ്ടോ നെയിം പാരാമീറ്ററിൽ നെയിം പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അപ്പോൾ ജോൺ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോൺ നെയിമിൽ കയറും. അപ്പോൾ ഹലോ ജോൺ പറഞ്ഞ് വരും. ഓക്കെ, ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ വേരിയബിളിൻ്റെ വാല്യൂ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡോളേഴ്സ് ആ വേരിയബിളിൻ്റെ പേര് ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ജോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോൺ ആയിരിക്കും വരിക. നമ്മളൊന്നും പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫാൾട്ടായിട്ടുള്ള ഈ വാല്യൂ എടുക്കും. അതിനാണ് ഇവിടെ ഈക്വൽ ടു കണ്ട് ഗസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വേരിയബിൾ സ്കോപ്പിൽ വലിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വേറെ ലാംഗ്വേജസ് നോക്കുമ്പോൾ, നമ്മൾ സാധാരണ കോമൺ ലാംഗ്വേജസ് നോക്കുമ്പോൾ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ളൊരു വേരിയബിൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അങ്ങനെ കിട്ടില്ല. ഓക്കെ, ഐ മീൻ ഒരു ഫംഗ്ഷൻ്റെ പുറത്തുള്ളൊരു വേരിയബിൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒന്നില്ലെങ്കിൽ ഗ്ലോബൽ പുറത്തുള്ളൊരു നെയിം പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അത് ഇവിടെ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യണം. പുറത്തുള്ളൊരു വേരിയബിൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, പുറത്തുള്ള വേരിയബിൾ ഗ്ലോബൽ പറഞ്ഞിട്ട് എടുത്തിട്ട് എന്നിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് വാങ്ങി ഇവിടുന്ന് പാസ് ചെയ്ത് അങ്ങനെയൊക്കെ മതി. ഓക്കെ, അപ്പോൾ പുറത്തുള്ള വേരിയബിൾ ഉള്ളിൽ എടുക്കാൻ ചെറിയ കോഡ് വേറെ എഴുതണം. ഓക്കെ, വേറെ ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അനോണിമസ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ കോൺസ്റ്റ് ആഡ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ വരിക A+B, എന്നിട്ട് ഇവിടെ എയും ബിയും വാങ്ങും. ഇതാണ് അനോണിമസ് ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ. അത് ഇതേമാതിരി ഇവിടെ വരുമ്പോൾ ഗ്രീറ്റ് പറഞ്ഞ ഫംഗ്ഷന് അനോണിമസ് ഫംഗ്ഷനായിട്ട് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ ഓഫ് പാരാമീറ്റർ കൊടുക്കും. അതായത് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്ത പേര് ഇവിടെ ആക്കിയെന്നുള്ളൂ, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ പുറത്തുള്ള ഫംഗ്ഷൻ, ഇപ്പോൾ ഈ മെസ്സേജ് പുറത്തുള്ള ഒരു വേരിയബിളാണ് മെസ്സേജ്, അത് ഈ ഇതിൻ്റെ ഉള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ട് ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കാം. യൂസ് പറഞ്ഞിട്ട് പുറത്തുള്ള വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഈ പുറത്തുള്ള വേരിയബിൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ യൂസ് നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടാവും കൂടുതലും. ലൈക്ക് പുറത്തുള്ള ഒരു വേരിയബിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഐ മീൻ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ പുറത്തുള്ള വേരിയബിൾ കിട്ടാൻ നമ്മൾ യൂസ് പറഞ്ഞിട്ട് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെസ്സേജിനുള്ള വേരിയബിൾ ഇവിടെ ആക്സസ് ആവും. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ മെസ്സേജിന് അൺഡിഫൈൻഡ് പറഞ്ഞിട്ട് വരും എറർ. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതേമാതിരിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എക്കോ പ്രിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് അറിയാം. പിന്നെ ടൈപ്പ് ഹിൻറ്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പൈത്തണിൻ്റെ അതേമാതിരിയാണ്. അതായത്
നമുക്ക് ഇത് ഇൻറ്റിജറാണ് ഇത് ഇൻറ്റിജറാണെന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ ഇവിടുന്ന് റിട്ടേൺ ആയിട്ട് വരുന്ന വാല്യൂ ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ളത്, അതായത് എ ആണ് വേരിയബിൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻറ്റിജറാണ്, ബി ആണ് വേരിയബിൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻറ്റിജർ ആണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഉണ്ടല്ലോ അത് ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ളതും നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അരയിലോട്ട് വരുമ്പോൾ ഫ്രൂട്ട്സ് ആണ് അരയുണ്ട്, അതിൽ 0th എലമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ആപ്പിൾ കിട്ടും. അതൊക്കെ ഓക്കെ. അരയ്ക്ക് പിന്നെ പുതിയ വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് എന്നിട്ട് ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഗ്രേപ്സ് എടുത്താൽ കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഗ്രേപ്സ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആഡ് ആവും. ജസ്റ്റ് ആഡ് ചെയ്യാൻ ഈ അരയ്ക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യാൻ ജസ്റ്റ് ഈ ഗ്രേപ്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് അസോസിയേറ്റീവ് അരയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടി വരും. ഐ മീൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കൺസെപ്റ്റാണ്. ജെയ്സൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റ് ഡിക്ഷണറി, പൈത്തണിലെ ഡിക്ഷണറി അറിയും, വേറെ ലാംഗ്വേജിൽ മാപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആ സംഭവം ഇതിൽ വരുമ്പോൾ സാധാരണ ഇങ്ങനെ വരാറ്, നെയിം ജോൺ, ഏജ് 30, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരില്ലേ. അപ്പോൾ ആ സംഭവം ഇതിലില്ല, ഇതിൽ PHP യിലില്ല. അപ്പോൾ PHP യിൽ ഈ സാധനം ഇങ്ങനെ എഴുതുക, അരേ പോലെ തന്നെ എഴുതുക. അരയിൽ ഓരോ എലമെൻറ്റിനും കീ വാല്യൂ ആയിട്ട് കൊടുക്കും ഇങ്ങനെ. ഓക്കെ, ഓരോ എലമെൻറ്റിനും പകരം ഒരു കീ വാല്യൂ പെയറോട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡിക്ഷണറി, അല്ലെങ്കിൽ ഇതിന് ഇവിടെ അസോസിയേറ്റീവ് അരയെന്ന് പറയാം. ഇതിന് ഇൻഡെക്സ്ഡ് അരയെന്നും PHP 2 അരയുള്ളത് ഇൻഡെക്സ്ഡ് അരയും അസോസിയേറ്റീവ് അരയും. അപ്പോൾ ഇൻഡെക്സ്ഡ് അരയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇതാണ് അസോസിയേറ്റീവ് അര. അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, എന്നിട്ട് കീ കൊടുക്കുക, അതിൻ്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് കോമ ഇടുക, കീ കൊടുക്കുക, എന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ എടുക്കുക, കോമ എടുക്കുക. ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? ഈ സ്ട്രക്ചറിലാണ് അസോസിയേറ്റീവ് അര വരിക. ഐ മീൻ നമ്മുടെ ഡിക്ഷണറി അല്ലെങ്കിൽ ജെയ്സൺ ഒബ്ജക്റ്റ് ഒക്കെ പറയും ഏത് ലാംഗ്വേജിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഓരോ എലമെൻറ്റിന് പകരം ഒരു കീ വാല്യൂ വേറായിട്ട് ഇങ്ങനെ കൊടുക്കും. ഓക്കെ, അത് നമ്മൾ ചെയ്ത് തരുമ്പോൾ അങ്ങനെ റെഡി ആയിക്കോളും. പിന്നെ അതിന് എലമെൻറ്റിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ 0th എലമെൻറ്റ് എടുക്കണ, ഇവിടെ ഫ്രൂട്ട്സ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കീയിലുള്ള വാല്യൂ, ഒരു സ്പെസിഫിക് കീയിലുള്ള വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരേ ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കീയിലുള്ള വാല്യൂ ജോൺ കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത് തരുമ്പോൾ അങ്ങനെ പഠിക്കേണ്ട കേസുള്ളൂ. ഓക്കെ, മൾട്ടി ഡയമെൻഷൻ്റെ ആവശ്യമില്ല, യൂസ് ചെയ്യില്ല. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് വരുമ്പോൾ ജാവൻ്റെ ഒക്കെ ഒരു മിക്സ്ചറാണിത്. ഏകദേശം ജാവൻ്റെയും പൈത്തൻ്റെ എല്ലാത്തിൻ്റെ മിക്സിങ് ആണ്. അപ്പോൾ കാർ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അതിൽ 2 വേരിയബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പബ്ലിക്, ഈ ക്ലാസ്സിലോട്ട് വരുമ്പോഴാണ് പബ്ലിക് എന്നുള്ള സാധനം ഉണ്ടാവുക. അപ്പോൾ ഈ പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഇൻറ്റേർണൽ യൂസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ആ വേരിയബിളോ ഫംഗ്ഷൻ ആക്സസ് വരില്ല. നമുക്കത് പറയാം. അപ്പോൾ അവിടെ 2 മെയ്ക്ക് മോഡലിന് 2 വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ടർ വഴി അതിക്കുള്ള വാല്യൂ 2 വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് ദിസ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ജസ്റ്റ് ആ കാറിൻ്റെ ഇൻഫോ പ്രിൻ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു കാർ പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കി, അതിൽ പുതിയ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ന്യൂ കാർ പറഞ്ഞിട്ട് ഈ ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് അതിക്ക് ഫസ്റ്റ് മെയ്ക്ക് പറഞ്ഞത് ടൊയോട്ടയും മോഡലറിലേക്ക് ക്യാമറ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഈ 2 സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും. ആ 2 വേരിയബിൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അസൈൻ ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഗെറ്റ് കാർ ഇൻഫോ, വേറെ ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, car.get കാർ ഇൻഫോ അങ്ങനെ വിളിക്കുക ചെയ്യുക. ഇവിടെ നമ്മൾ ഈ സാധനം കൊടുക്കും, കാറ്, എന്നിട്ട് ഈ ടാഗ് ഇട്ടിട്ട് ഗെറ്റ് കാർ ഇൻഫോ എന്ന് വിളിക്കും. അപ്പോൾ ടൊയോട്ടോ ക്യാമറ എന്നുള്ള ഈ ഒരു സംഭവം പ്രിൻ്റ് ആവും. ഓക്കെ, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യാനുള്ള സംഭവം ഇങ്ങനെയാണ് നമ്മൾ. പിന്നെ ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് ഒക്കെ സാധാ ഊപ്സിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് സിൻടാക്സ് മാറുന്നുള്ളൂ. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്കത് അല്ലാതെ വരുമൊന്നുമില്ല. ഇൻഹെറിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്ന് കരുതുന്നു, അതായത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഫങ്ഷൻസൊക്കെ അല്ലെങ്കിൽ വേരിയബിൾസൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലും കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ കാർ പറഞ്ഞ ഈ ക്ലാസ് വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം കാർ.സ്റ്റാർട്ട് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച്, ഇതിപ്പോൾ കാർ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. പക്ഷേ ഈ കാർ പറഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്, വെഹിക്കിളിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അത് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്റ്റാർട്ട് പറഞ്ഞ ഫംഗ്ഷൻ കാറിൻ്റെ ഉള്ളിലും കിട്ടും. അതാണ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഇൻഫറൻസ്, ആബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്.
ഇംപ്ലിമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സ്ട്രാക്ട് ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് ആബ്സ്ട്രാക്ട് ക്ലാസ് ഇതും ജാവത്തെ മാതിരിയാണ്. അതായത് ഇൻ്റർഫേസ് ആബ്സ്ട്രാക്ട് ക്ലാസ് ഏകദേശം സിമിലർ തന്നെയാണ്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണ പകരം ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഇൻ്റർഫേസിൽ ആബ്സ്ട്രാക്ട് ക്ലാസ്സിലൊക്കെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ്റെ പേര് മാത്രം എഴുതി വെക്കും, ഡിഫൈൻ ചെയ്യില്ല. ഇപ്പോൾ അവിടെ കണ്ടോ പബ്ലിക് ഫംഗ്ഷൻ ഡ്രൈവ്. ഇനി ഈ ഡ്രൈവ് എന്നുള്ളത് ഈ കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ മീൻ ഈ ഇൻ്റർഫേസ് ആബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഐ മീൻ ഇൻ്റർഫേസ് നമ്മൾ ഇംപ്ലിമെൻറ്റ്സ് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡ്രൈവബിൾ പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ് കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവ് പറഞ്ഞ ഡിക്ലെയർ ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് ജസ്റ്റ് ഊപ്സ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നു വേണ്ട, അതൊക്കെ അപ്പം ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ രാവിലെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, പിന്നെ നെയിം സ്പേസ് പറയണത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ തന്നെ കാണിച്ചിട്ടാണ്. നെയിം സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ആപ്പ് മോഡൽസ് പറഞ്ഞ ഫോൾഡറിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെയിം സ്പേസ് ഇത് ഏത് ഫോൾഡറിലാണെന്നുള്ള രീതികൾ നിങ്ങൾ കരുതിയാൽ മതി. അതായത് ഈ user.php എന്നുള്ളത് ഏത് ഫോൾഡറിലാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ കരുതിയാൽ മതി. നെയിം സ്പേസ് എന്ന് പറയും അതിന്. ഓക്കെ, അതായത് ആപ്പ് പറഞ്ഞ ഫോൾഡറിൽ മോഡൽസ് പറഞ്ഞ ഫോൾഡറിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം നെയിം ഇപ്പോൾ ഞാനിവിടെ വേറൊരു കോപ്പി ഉണ്ടാക്കുന്നതിന്. ഓക്കെ, ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ യൂസറിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. യൂസർ ഈസ് ഈക്വൽ ടു യൂസർ. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ഇവിടെ ഉള്ള യൂസർ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ് ഇതിൽ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഈ ഇമ്പോർട്ടിങ് ഇങ്ങനെ വരിക ഇതിൽ PHPയിലൊക്കെ ഇമ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ വരിക. യൂസ് ആ ഫോൾഡറിൻ്റെ നെയിം, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫോൾഡർ നെയിം, ആ ഫയലിലോട്ട് എത്തുന്ന വരെയുള്ള // ഇങ്ങോട്ട് ഇട്ട് പോകും. ഓക്കെ, ഇത് // ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഇത് രണ്ടും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നെയിം സ്പേസ് കൊടുക്കുകയാണ്. ഇത് ഇന്ന ഫോൾഡറിലാണ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് നെയിം സ്പേസ്. അതായത് ഈ ഒരു ഫയൽ യൂസർ കോപ്പി പറഞ്ഞ ഈ ഫയൽ കിടക്കുന്നത് നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോൾഡർ എന്ന് പറയുന്നത് ആപ്പ് മോഡൽസിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യൂസർ സ്പെസിഫിക്കലി ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എറർ അടിക്കും. ഈ നെയിം സ്പേസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവനും സെയിം ഫോൾഡറിലാണ്, ഈ യൂസറും സെയിം ഫോൾഡറിലാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും തമ്മിൽ ആക്സസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ സ്പെസിഫിക്കലി ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നത്. തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇതും അതേപോലെ തന്നെ നമുക്ക് വലിയ ആവശ്യം വരില്ല, കാരണം ഇതൊക്കെ ഓട്ടോമാറ്റിക്കലാണ് ലെവലിൽ വരിക. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, സെയിം നെയിം സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇനി വേറെ നെയിം സ്പേസിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ നെയിം സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, വേറെ നെയിം സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ അടുത്തത് നോക്കുമ്പോൾ ഓട്ടോ ലോഡിംഗ് ഒന്നും ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല, ഒക്കെ രാവിലെ മാനേജ് ചെയ്യും. പിന്നെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുക, പബ്ലിക് ഫംഗ്ഷൻ ഇൻഡെക്സ്. അതേപോലെ അത് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് പബ്ലിക്കും പ്രൊട്ടക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇതിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ നെയിം സ്പേസ് ആപ്പിൽ മോഡൽസ് എന്ന ഫോൾഡറിലാണ്. പിന്നെ ഇതിൽ 3-4 സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാക്കേജസ് എന്നായിട്ട് വേറെ പാക്കേജിൽ നിന്നൊക്കെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലുമിനേറ്റ് ലെറാവൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പാക്കേജ് കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ക്ലാസ് യൂസർ എക്സ്റ്റെൻസ് ഒതൻറ്റിക്കേറ്റബിൾ ഇതെന്താ നോക്കുക. ഇതൊരു യൂസർ എന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒതൻറ്റിക്കേറ്റബിൾ എന്നുള്ള ഫംഗ്ഷൻ ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇവിടെ ഈ യൂസറിൽ. പിന്നെ യൂസ് ഹാഷ് ഫാക്ടർ നോട്ടിഫയബിൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ട്രെയ്റ്റ്സ് ആണ്, അത് നമുക്ക് പഠിക്കാം. ഇവിടെ കണ്ടോ പ്രൊട്ടക്റ്റഡ് ഫില്ലബിൾ എന്നുള്ളത്. ഈ പ്രൊട്ടക്റ്റഡ് പബ്ലിക്കും ഉണ്ടാവും, പബ്ലിക്കും ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി കാണിച്ചിട്ട് യൂസർ ന്യൂ യൂസർ. ഇക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ ഓട്ടോ. ഓക്കെ, ഇതിൽ നമ്മൾ
ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്, ഒരു പബ്ലിക് ഫംഗ്ഷൻ ഹലോ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ് എക്കോ ഹലോ. ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് ഇവിടെ വേറൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഈ ഹലോ എന്നുള്ള ഫംഗ്ഷൻ റണ്ണാവും. ഓക്കെ, ഈ ഹലോ എന്നുള്ള ഫംഗ്ഷൻ റണ്ണാവും ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ വേറൊരു ഫയൽ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ കാസ്റ്റ്സ് എന്നുള്ളത്, ഇത് റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ അടിക്കും കാസ്റ്റ്സ്. കാരണം ഇത് പബ്ലിക്കല്ല, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക്കല്ല. പബ്ലിക് അല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലത്. ഇത് ഈ ഫംഗ്ഷനിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൽ തന്നെ ഇൻബിൽഡായിട്ടുള്ള ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെയിം നെയിം സ്പേസിൽ തന്നെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പബ്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത്ര കയറ്റിയാൽ മതി ഇപ്പോൾ. ഓക്കെ, ഇത് കളയട്ടെ. അപ്പോൾ ഇതൊന്നും നമ്മൾ മാനുവലി ഒരിക്കലും ചെയ്യേണ്ടി വരില്ല അങ്ങനെ വല്ലാതെ. ഓക്കെ, ചില കേസസിൽ നമുക്ക് എഴുതേണ്ടി വരും ഫങ്ഷൻസ്. ഇനി ബാക്കി നോക്കാം. എറർ ഹാൻഡ്ലിങ് ഇങ്ങോട്ട് വരുമ്പോൾ ട്രൈ ക്യാച്ച്, സാധാ ട്രൈ ക്യാച്ച് ഫൈനൽ തന്നെ, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. എക്സെപ്ഷൻ ഇങ്ങനെ ക്യാച്ച് ചെയ്യുക, എന്നിട്ട് അതിന് മെസ്സേജ് എടുക്കും. ഇതൊന്നും സെയിം ട്രൈ ക്യാച്ച് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ജാവയിലുള്ള സെയിം സാധനം തന്നെയാണ്. പിന്നെ സൂപ്പർ ഗ്ലോബൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസാണ് സൂപ്പർ ഗ്ലോബൽസ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, ഏത് ഫയലിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്, നെയിം പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അത് നമുക്ക് ഏത് ഫയലിലും ആണെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ അതിനെ സൂപ്പർ ഗ്ലോബ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ വീഡിയോ വേണ്ട, ഫയൽ ഹാൻഡ്ലിംഗ് വേണ്ട. ഇത്രയാണ് PHPൻ്റെ ബേസിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ChatGPT വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ പഠിഞ്ഞോളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വെറുതെ പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ലാറാവിലോട്ട് വരാം.